ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള ഉസ്താദ്മാരെ, മുമ്പൊക്കെ നമ്മൾ സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിച്ചിരുന്നത് SKJMCC എന്ന സൈറ്റിൽ പോയിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം അൽഹംദുലില്ലാ നമ്മൾ MSRൻ്റെ സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസൈൻ ചെയ്യാനും ഇതിനൊക്കെ ഉപയോഗിക്കണ MSR എന്ന് പറയപ്പെടുന്ന മദർസൻ്റെ സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന അതേ സൈറ്റിൽ തന്നെ നമ്മൾ MSRൻ്റെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ഡേറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാ ആളുകളും അതെന്ത് ചെയ്യുക ചെയ്യണം. അതുപോലെ ഏതെങ്കിലുമൊക്കെ വർഷം വേതന വീതം അടക്കാൻ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ചെയ്താൽ അവർ പറയും ഇന്ന വർഷത്തെ അടച്ചാലേ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമ്മളത് അടച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, കിട്ടും. സർവീസിൽ ഇതൊക്കെ അടക്കാനുള്ളതാണെങ്കിൽ കിട്ടൂല. ഏതെങ്കിലും മുമ്പത്തെ പഴയ സർവീസിലൊക്കെ ഉള്ളതാണെങ്കിൽ അടച്ചു കൊടുത്താൽ ആനുകൂല്യം കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന ആളുകൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അത് പ്രത്യേകം ചെയ്യുക ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ നേരെ സമസ്ത ഇൻഫോ എന്ന ഇതിലൊന്ന് പോകാം. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സമസ്ത ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഏറ്റവും മുകളിൽ MSR എന്ന് വലിയ അക്ഷരാക്കി അടിച്ചിട്ട് MSR നമ്പർ അടിക്കുക, സ്പേസ് ഇല്ലാതെ അടിക്കണം. എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് വരിക ഒട്ടുമിക്ക ആളുകൾക്കും ആധാർ കാർഡിൻ്റെ നമ്പറാണ് വരിക. ഇനി ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചിട്ട് തുറയണില്ല എങ്കിൽ എന്ത് ചെയ്യുക, അതിൽ തന്നെ നമുക്ക് റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ പോയിട്ട് ഏറ്റവും മുകളിൽ MSR നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ MSRൽ കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിക്കൊരു OTP വരും. OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയും. അത് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ സെപ്പറേറ്റ് അതിൻ്റെ വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിക്കാനിപ്പോൾ ഇവിടെ MSR എന്നുള്ള MSR നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു 3 വര കാണാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തൊക്കെ പോകുന്ന SKJMCC സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സർവീസ് ആനുകൂല്യം എന്ന് പറയുന്ന ഒന്നിവിടെ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ MSR നമ്പർ, നമ്മളെ പേര്, നമ്മളെ മൊബൈൽ നമ്പർ, നമ്മൾ ജോലി ചെയ്യുന്ന മദ്രസൻ്റെ പേര്, റേഞ്ചിൻ്റെ നമ്പർ, റേഞ്ചിൻ്റെ പേര്. ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രസയിലെ SKSBB അംഗീകരണ നമ്പർ, നമ്മൾ ജോലി ചെയ്യുന്ന മദ്രസയിലെ SKSBBൻ്റെ അംഗീകാര നമ്പർ എത്രയെന്ന് ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മളെ നാട്ടിലെ സ്വദേശ റേഞ്ചിൻ്റെ SKSSBൻ്റെ അംഗീകരണ നമ്പറും ഇവിടെ കൊടുക്കാം. പിന്നെ SKSSB യൂണിറ്റിൻ്റെ പേരുങ്ങൾ ആ നമ്പർ കൊടുക്കുന്നതോട് കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇല്ലെങ്കിൽ ആ യൂണിറ്റിൻ്റെ പേരെന്താ വെച്ചാൽ അവിടെ കൊടുക്കുക. പിന്നെ മുമ്പ് നിങ്ങൾ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വർഷം ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അറിയുന്ന ആളുകൾ, അറിയാത്ത ആളുകൾ ഒന്നും കൊടുക്കണം എന്നില്ല. അറിയുന്ന ആളുകൾ ആ ഡേറ്റ് ഒന്ന് അവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സന്തുഷ്ട കുടുംബം കുരുന്നുകൾ അൽമുഅല്ലിം, ഇതിൽ 3 എണ്ണത്തിനും ഓരോ വർഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനും 3 വർഷം വരിക്കാരനാണ്. സന്തുഷ്ട കുടുംബത്തിനുമാണെങ്കിൽ 3 വർഷം വരിക്കാരനാകാം, കുരുന്നുകൾക്കും 3 വർഷം വരിക്കാരനാകാം, അൽമുഅല്ലിമിനുമാണെങ്കിൽ 3 വർഷം വരിക്കാരനാകാം. ഇനി ഒരാൾ സന്തുഷ്ട കുടുംബം 1 കൊല്ലം, കുരുന്നുകൾ 1 കൊല്ലം, അൽമുഅല്ലിം 1 കൊല്ലം, അങ്ങനെ അടക്കാം. ഇനി ഒരാൾ സന്തുഷ്ട കുടുംബം 2 കൊല്ലം, കുരുന്നുകൾ 1 കൊല്ലം, അങ്ങനെ അടക്കാം. ചുരുക്കി പറഞ്ഞാൽ 36 കോപ്പി വരിക്കാരനാകണം. നിലവിൽ ഏതെങ്കിലും ആനുകൂല്യത്തിന് അപേക്ഷിച്ചതിൻ്റെ 6 മാസത്തെ കോപ്പി ബാക്കിയുണ്ടെങ്കിൽ ആ നമുക്ക് വരുന്ന പുസ്തകത്തിന്മേൽ അതിൻ്റെ ലെഡ്ജർ നമ്പർ ഉണ്ടാവും. ആ ലെഡ്ജർ നമ്പറോ മുമ്പ് അപേക്ഷിച്ച ബിൽ നമ്പറോ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 6 മാസത്തെ കോപ്പി ബാലൻസ് വേണം. 5 മാസം ഉള്ളൂ വെച്ചാൽ പറ്റില്ല. 6 മാസത്തെ കോപ്പിയെങ്കിലും പഴയത് നിങ്ങളുടെ അവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ആ നമ്പർ ഇവിടെ ബിൽ നമ്പർ മുമ്പ് നിങ്ങൾ ഓൺലൈൻ വഴി ചെയ്തതാണെങ്കിൽ ആ ബില്ലിൻ്റെ നമ്പറിന് ആ ബിൽ നമ്പർ കൊടുക്കുക. പോസ്റ്റൽ ആയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന സാധനമാണെങ്കിൽ അതിന് ലെഡ്ജർ നമ്പർ ഉണ്ടാകും, അത് കൊടുക്കുക. ഇനി നിങ്ങൾ റേഞ്ച് മുഖേന നിങ്ങൾ വരിക്കാരനായ ആളുകളാണെങ്കിൽ ഇവിടെ കോർഡിനേറ്റർ എന്ന് എഴുതിയിട്ട് നിങ്ങളെ റേഞ്ചിലെ മാഗസിൻ കോർഡിനേറ്റർ നമ്പർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. കോർഡിനേറ്റർ എന്ന് എഴുതിയിട്ട് മാഗസിൻ കോർഡിനേറ്റർ നമ്പർ ഒന്ന് കൊടുത്താൽ മതി. മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കാതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫോം ഫില്ലാകില്ല. അപ്പോൾ മൂപ്പരെ മൊബൈൽ നമ്പർ ഒന്ന് കൊടുക്കുക. ഇനി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്ന് കാണുന്ന, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല എന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ മൊബൈൽ നമ്പർ ഇവിടെ നിന്ന് കൊടുക്കുക. അപ്പോൾ ഓഫീസിൽ നിന്ന്
കിട്ടൂലെങ്കിൽ അതിൻ്റെ കാരണം എന്താ, നമുക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണെന്നെങ്കിലും അറിയാമല്ലോ. അടുത്ത വർഷം അത് പരിഹരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്നും കൊടുക്കാതെ ഇടരുത്. മൂന്നോടത്തും ഒരേ നമ്പർ കൊടുക്കുമ്പോൾ ഒരേ നമ്പർ കൊടുക്കണമെന്നില്ല, മൂന്നോടത്തും നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇനി കോർഡിനേറ്റർ നമ്പറാണ് കൊടുക്കുന്നത് വെച്ചാൽ കോർഡിനേറ്റർ എന്നൊന്ന് എഴുതിയിട്ട് കോർഡിനേറ്റർ നമ്പർ കൊടുക്കുക. പിന്നെ ഇവിടെ അക്കൗണ്ട് ഹോൾഡർ നമ്പർ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്മളെ പേരെന്താണോ ആ കൃത്യമായിട്ടുള്ള പേര് ഇവിടെ കൊടുക്കുക. അക്കൗണ്ട് നമ്പർ തെറ്റാതെ വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. ബാങ്കിൻ്റെ നെയിം എന്താണെന്നുള്ളത് അവിടെയും കൊടുക്കുക. ഈ ഭാഗത്ത് ബാങ്കിൻ്റെ നെയിം കൊടുക്കുക. ആ ബ്രാഞ്ച് ഏതാ വെച്ചാൽ അത് കൊടുക്കുക. നമ്മളെ ബാങ്കിൻ്റെ IFSC കോഡ് എന്നൊരു കോഡ് ഉണ്ടാവും, അതും ഇവിടെ കൊടുക്കുക. നേരെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പോയാൽ നമ്മൾ അപേക്ഷ ഇപ്പോൾ ഓക്കെ ആയി. അപേക്ഷ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് കയ്യും കെട്ടി കുത്തിരുന്ന പൈസ കുടിക്ക് വരില്ല. എന്ത് വേണം, മദ്രസൻ്റെ സൈറ്റിൽ നിങ്ങൾക്കൊരു അപ്രൂവ് ചെയ്യാണ്ടാവും, റേഞ്ച് സെക്രട്ടറിക്കും ഒരു അപ്രൂവ് ചെയ്യാണ്ടാവും, നിങ്ങളെ നാട്ടിലെ SKSSFൻ്റെ യൂണിറ്റ് സെക്രട്ടറിക്കും ഒരു അപ്രൂവ് ചെയ്യാണ്ടാവും. അതുപോലെ ആരും വെറുതെ കുത്തിന്ന് ചെയ്യൂല. നിങ്ങളോരോട് വിളിച്ചുങ്ങാണ്ട് പറയണം, ഞാൻ ഇങ്ങനെ ഒരു ആനുകൂല്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അപ്രൂവ് ഒന്ന് ചെയ്യുന്ന സദറിനോടും SKSSFൻ്റെ യൂണിറ്റ് സെക്രട്ടറിനോടും റേഞ്ച് സെക്രട്ടറിനോടും വിളിച്ചുങ്ങാണ്ട് പറയണം. എന്നാലേ ഓല അപ്രൂവ് ചെയ്യുള്ളൂ. അപ്രൂവ് ചെയ്തെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഈ അപേക്ഷ ഓഫീസിലേക്ക് എത്തുള്ളൂ. ഇന്ന് തന്നെയാണ് അപേക്ഷിച്ചിട്ട് നാളെ എൻ്റെ കായ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ഏകദേശം 45 ദിവസം പിടിക്കും ഈ പൈസ കിട്ടണമെങ്കിൽ. കിട്ടുന്ന ആൾക്കാർക്ക് ഇൻഷാ അല്ലാഹ്. ഇനി അത് എന്തായി, അപേക്ഷിച്ചത് എന്തായി എന്നറിയണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസും ഇവിടെ തന്നെ കാണാം. അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷൻ്റെ കൂടെ കിട്ടൂല, എന്തെങ്കിലും ചെറിയ കാരണങ്ങളുള്ളൂ പെൻഡിങ് എന്ന് കാണിക്കുക. അപ്പോൾ ആ പെൻഡിങ്ങിൻ്റെ മുകളിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ കാരണം എന്നുള്ള റീസൺ നമുക്ക് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ കുടുംബത്തിന് മാസികൻ്റെ ലെഡ്ജർ നമ്പർ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ 2024 വേതന വീതം അടക്കാൻ ബാക്കിയുണ്ട് എന്ന് കാണിക്കും. റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ തള്ളിയത്, പിന്നെ നിയമങ്ങൾ മല്ലിക്കട്ടണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടത്. കഴിവിൻ്റെ പരമാവധി ഉസ്താദുമാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പുതിയൊരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ചെയ്യണത്. പഴയ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ആൾറെഡി കിടക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ വന്ന പുതിയ ഒരു ഓപ്ഷനാണ്, MSR സൈറ്റ് മുഖേന ആനുകൂല്യത്തിന് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.